വന്ന് ഇത് കാണിക്കാതിരിക്കുവായിരുന്നു ഇത്ര നാൾ. പറച്ചിൽ മാത്രമേ ഉള്ളായിരുന്നു, ഇതെനിക്ക് കാണിക്കേണ്ട വന്നു. സുധിയുടെ വൈഫാണ് ഞാൻ, കാരണം ഇത് ലീഗലി എന്നെ മാത്രമേ സുധി ചേട്ടൻ കല്യാണം കഴിച്ചിട്ടുള്ളൂ. അതിന്റെ തെളിവ് എൻ്റെ കയ്യിലുണ്ട്. ഇതാണ് ഞങ്ങളുടെ കല്യാണം നടന്ന സർട്ടിഫിക്കറ്റ്. സർട്ടിഫിക്കറ്റ് ഓഫ് മാരേജ്, ദ 4th ഷെഡ്യൂൾ സ്പെഷ്യൽ മാരേജ് ആക്ട് 1954. ഇതിൽ കൂടുതൽ തെളിവൊന്നും വേണ്ടല്ലോ. സുധിച്ചേട്ടന്റെ വൈഫാന്ന് പറയും. ഈ രേഷ്മ എന്നുള്ള രേണു സുധി തന്നെയാണ് രേഷ്മ, അതിന്റെ ഒഫീഷ്യൽ നെയിമാണ്. ഇവിടെ ഒന്നും കൂടെ ഞാൻ വായിക്കുവാണ്. ദ 4th ഷെഡ്യൂൾ ഓഫ് ദ സ്പെഷ്യൽ മാരേജ് ആക്ട് 1954 പ്രകാരം ഞങ്ങൾ വിവാഹം ചെയ്തവരാണ്. ഇനി ഞാൻ സുധിച്ചേട്ടന്റെ ഫോട്ടോ വെക്കുന്നതിന്, സുധിച്ചേട്ടന്റെ പേര് വെക്കുന്നതിന് ഇവർക്ക് എന്നാന്നേ? ഞാൻ ഇന്ന് വരെ വേറൊരാളെ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ. ഇനിയോട്ട് കല്യാണം കഴിക്കാനും പോകുന്നില്ലെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. പിന്നെ എന്തിനാ ഇവർ ഈ കിടന്ന് പറയുന്ന ആവശ്യമില്ലാത്ത? ഇത് കാണിക്കേണ്ട അവസ്ഥ വന്നു. എന്റെ സ്കൂളിൽ ഒരു ടീച്ചർ ഇട്ട പേരാണ് രേണു തന്നെയാണ് എന്റെ ഒറിജിനൽ നെയിം. പക്ഷെ ടീച്ചർ ഇട്ട പേരാണ് രേഷ്മ. അത് സർട്ടിഫിക്കറ്റിൽ രേഷ്മ എന്ന് വന്നു. പക്ഷെ എന്റെ സുധിച്ചേട്ടന് രേഷ്മ എന്നുള്ള പേരിനേക്കാളും ഇഷ്ടം രേണു എന്നായിരുന്നു. അതുകൊണ്ട് രേണു സുധി എന്നറിയപ്പെടും. രേണു സുധി ആയിട്ട് തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്.